ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാഷ് OET. ഇന്ന് നമുക്ക് റീഡിങ്ങിൻ്റെ ഒരു കറക്ഷൻ പഠിക്കാം. റീഡിങ്ങിൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടുക എന്ന് നോക്കാം. സോ ഞാൻ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പം ഞാൻ കാർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാർഡിലേക്ക് നോക്കാം. ബി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യനാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എപ്പോഴും ബി കാർഡ് കിട്ടുമ്പോൾ നമുക്ക് റീഡിങ് കാർഡ് കിട്ടുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനാണ് വായിക്കുന്നത്. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യനാണ് ആദ്യം വായിക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. സോ ക്വസ്റ്റ്യൻ ഈസ് ദിസ് ഗൈഡ് ലൈൻ എക്സ്ട്രാക്ട് സേസ് ദാറ്റ് ദ നേഴ്സ് ഇൻ ചാർജ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഗൈഡ് ലൈൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നേഴ്സ് ഇൻ ചാർജിനെ കുറിച്ചാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അവരെന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നേരെ നമുക്ക് പാരഗ്രാഫിലേക്ക് വരാം. മെഡിസിൻ കബോർഡ് കേസ്. So we understood that this paragraph is saying about മെഡിസിൻ കബോർഡ് കേസിനെ കുറിച്ചാണ്. നമുക്ക് പാരഗ്രാഫ് വായിക്കാം. ദ കീസ് ഫോർ ദ കൺട്രോൾഡ് ഡ്രഗ് കബോർഡ് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ നേഴ്സ് ഇൻ ചാർജ്. അപ്പോൾ ഈ ഡ്രഗ് കബോർഡിൻ്റെ കൺട്രോള്, അത് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നേഴ്സ് ഇൻ ചാർജിനാണ്. നമുക്കറിയാം, നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്ന റൂമിൽ എപ്പോഴും ഒരു ഡ്രഗ് കബോർഡ് ഉണ്ട്. അത് നമ്മൾക്കും നേഴ്സ് ഇൻ ചാർജിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. അത് തന്നെയാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ദേ മേ ബി പാസ് ടു എ രജിസ്റ്റേർഡ് നേഴ്സ് ഇൻ ഓർഡർ ഫോർ ദം ടു ക്യാരി ഔട്ട് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് റിട്ടേൺ ടു ദ നേഴ്സ് ഇൻ ചാർജ്. അപ്പോൾ അവരുടെ തന്നെ വാർഡിലുള്ളതാണ് കേട്ടോ പറയുന്നത്, വേറെയുള്ള വാർഡിലല്ല പറയുന്നത്. അപ്പോൾ ഈ കബോർഡിൻ്റെ കീയ് ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം വീണ്ടും അത് തിരിച്ച് ആരുടെ കയ്യിൽ തന്നെ കൊടുക്കണം? നേഴ്സ് ഇൻ ചാർജിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഡ്രഗ് കബോർഡിൻ്റെ കീയുടെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? നമ്മുടെ നേഴ്സ് ഇൻ ചാർജിൻ്റെ കയ്യിലാണ്. ഈഫൊക്കെ കൂട്ടിയിട്ട് വരുന്നത് അത് ഒരു കണക്റ്റീവ് പോലെ തന്നെ നമ്മൾ പറയാറുണ്ട്. കണക്റ്റീവ്സ് വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ആ സെൻറ്റൻസ് ഒന്ന് വൃത്തിയായിട്ടൊന്ന് വായിക്കണമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈഫ് എന്നുള്ള വാക്കൊക്കെ കൂട്ടിയിട്ട് വരുന്നത് നമ്മൾ ഒന്ന് വായിച്ചു നോക്കണം. നമ്മൾ അതിനൊന്ന് സ്ട്രെസ് ചെയ്യണം. ഈഫ് ദ കീസ് ഫോർ ദ കൺട്രോൾഡ് കബോർഡ് ഗോ മിസ്സിങ്, ദ ലോക്ക് മസ്റ്റ് ബി ചേഞ്ച്ഡ് ആൻഡ് ഫാർമസി ഇൻഫോംഡ് ആൻഡ് ആൻ ഇൻസിഡൻറ്റ് ഫോം കംപ്ലീറ്റഡ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കബോർഡിൻ്റെ കീ മിസ്സായി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലോക്ക് മസ്റ്റ് ബി ചെയ്ത്, ലോക്ക് ഉടനെ തന്നെ അതിൻ്റെ ചേഞ്ച് ചെയ്യണം. അത് ഫാർമസിയോട് ഇൻഫോം ചെയ്യുകയും ചെയ്യണം. എങ്ങനെയാണ്? ഒരു ഇൻസിഡൻറ്റ് ഫോം എഴുതിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ കബോർഡിൻ്റെ കീ ഒക്കെ മിസ്സാവുകയാണെങ്കിൽ നമ്മളത് ലോക്ക് ചേഞ്ച് ചെയ്യും. അത്രയുമേ അത് പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ്, ദ കൺട്രോൾഡ് ഡ്രഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ കൺട്രോൾഡ് ഡ്രഗ്സ് കബോർഡ് കീസ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി ഫ്രം ദ മെയിൻ ബോഡി ഓഫ് കീസ്. അപ്പോൾ കബോർഡിൻ്റെ കീ എപ്പോഴും എന്ത് ചെയ്യണം? അത് നമ്മൾ ഒരു സെപ്പറേറ്റ്ലി മെയിൻ ബോഡി ഓഫ് ദ കീസ്, എല്ലാ കേസിൽ നിന്നും നമ്മളൊന്ന് സെപ്പറേറ്റ്ലി ഒന്ന് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമില്ലാത്ത അല്ലാത്ത ഘട്ടങ്ങളിൽ ദ കീ ഷുഡ് നോട്ട് ലീവ് ദ വാർഡ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. വാർഡിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലോ ഉപേക്ഷിച്ചിട്ട് പോകരുത് എന്നാണ്. ഉപേക്ഷിച്ചിട്ടെന്ന് വെച്ചാൽ വെച്ചിട്ട് പോകരുതെന്നാണ് പറയുന്നത്. ഈഫ് നെസസറി, കണ്ടോ വീണ്ടും ഈഫ് നെസസറി, അത് കഴിഞ്ഞിട്ടൊരു കോമ, ഇതിനകത്തൊക്കെ ആൻസർ ഉണ്ടാവും. മിക്കവാറും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈഫ് നെസസറി, ആവശ്യമാണെങ്കിൽ ദ നേഴ്സ് ഇൻചാർജ് ഷുഡ് അറേഞ്ച് ഫോർ ദ കീസ് ടു ബി ഹെൽഡ് ഇൻ എ നെയ്ബറിംഗ് വാർഡ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ദ നേഴ്സ് ഇൻചാർജ് ദയർ. ഓക്കെ, അപ്പം അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ കബോർഡ് കീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇൻചാർജ് അടുത്ത വാർഡിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നേഴ്സ് ഇൻചാർജിൻ്റെ കയ്യിൽ കൊടുക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഓപ്ഷനിലേക്ക് വരാം. ഫസ്റ്റ് ഓപ്ഷൻ, മസ്റ്റ് സൂപ്പർവൈസ് ദ ഓപ്പണിംഗ് ഓഫ് ദ കൺട്രോൾഡ് കബോർഡ് സൂപ്പർവൈസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓപ്പണിംഗ് ഓഫ് ദ കൺട്രോൾഡ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഓപ്പണിംഗ് ഓഫ് ദ കൺട്രോൾഡ് ഡ്രഗ് കബോർഡ് എന്ന് പറഞ്ഞിട്ടില്ല. കീസാണ് പറഞ്ഞിരിക്കുന്നത്. കീസ് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഏകദേശം കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും പറഞ്ഞിരിക്കുന്ന അർത്ഥം വേറെയാണ്. നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നത് അതിൻ്റെ കീ സൂക്ഷിക്കണം. കീയുടെ റെസ്പോൺസിബിലിറ്റി, കബോർഡിൻ്റെ കീ ആരുടെ കയ്യിലാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? നേഴ്സ് ഇൻചാർജാണ്. അല്ലാതെ ഓപ്പണിംഗ് ഓഫ് ദ കൺട്രോൾഡ് കബോർഡ് അല്ല. സോ നമുക്ക് വി ക്യാൻ എലിമിനേറ്റ് ദിസ് ഓപ്ഷൻ. സോ നെക്സ്റ്റ് വൺ, ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ വാർഡ് കബോർഡ് കീസ് ആർ കെപ്റ്റ് ടുഗദർ.
ഒരു വാർഡിലെ എല്ലാ കീസും എത്ര കബോർഡ് ഉണ്ടോ അതിൻ്റെ എല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒരുമിച്ച് വെക്കണം എന്നാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ലൈൻ നമുക്ക് നോക്കാം. ദ കൺട്രോൾഡ് കബോർഡ് ഡ്രഗ് കബോർഡ് കീസ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ടുഗദർ അല്ല, കെപ്റ്റ് സെപ്പറേറ്റ്ലി ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ലാസ്റ്റ് വൺ. അപ്പോൾ 2 എലിമിനേറ്റ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഉത്തരം സി ആണെന്നറിയാം. എന്നാലും നമുക്ക് ആ ആൻസർ ഉണ്ടോ എന്നൊന്ന് നോക്കാം. സി ഓപ്ഷൻ നമുക്കൊന്ന് വായിക്കാം. ക്യാൻ ഡെലിഗേറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ കബോർഡ് കീസ് ടു അനദർ വൺ. ഡെലിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അധികാരം കൊടുക്കുക, അത് കൈമാറുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് നമുക്കതിനെ കൂട്ടാം. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുക്കണം? അനദർ വാർഡിൽ കൊടുക്കാം എന്നാണ് പറയുന്നത്. ക്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അതാണ് ലാസ്റ്റ് തന്നിരിക്കുന്നത്. ഈഫ് നെസസറി ആവശ്യമാണെങ്കിൽ ദ നേഴ്സ് ഇൻചാർജ് ഷുഡ് അറേഞ്ച് ഫോർ ദ കീസ് ടു ബി ഹെൽഡ് ഇൻ നെയ്ബറിംഗ് വാർഡ്. ഇവിടെ ടു ബി ഹെൽഡും ഡെലിഗേറ്റും സെയിം ആണ് വരുന്നത്. ടു ബി ഹെൽഡും ആ ഒരു പവർ, അധികാരം എന്നൊക്കെ ഉള്ള രീതിയിലും ഡെലിഗേറ്റും ആ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഒരു മീനിങ്ങിൽ വരും. അപ്പോൾ ഹെൽഡ് ഇൻ നെയ്ബറിംഗ് വാർഡ്, അടുത്ത വാർഡിൽ കൊടുക്കാം. ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. നെയ്ബറിംഗ് വാർഡിനെയാണ് അനദർ വാർഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. വാർഡ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ബോത്ത് ആർ സെയിം. സോ അനദർ വാർഡ് എന്നുള്ളത് നെയ്ബറിംഗ് വാർഡായിട്ടാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് സി ആണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ആൻസർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.